എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു പായസമാണ്. അതെന്താണെന്ന് നിങ്ങൾ നോക്ക്. അതായത് ഞാൻ കാണിച്ചു തരാം. അതെ വാ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് കടച്ചക്കയാണ്. കടച്ചക്ക നല്ലതുപോലെ പഴുത്തിട്ടുള്ള കടച്ചക്കയാണ്. കണ്ടോ? ഇതിൻ്റെ പകുതി ഞാൻ എടുത്തു കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇരുന്നത് പഴുത്തു പോയി. ആ പഴുത്തത് ഞാൻ ഇതുകൊണ്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുവാണ്. അത് ഞാൻ മുഴുവൻ ചെത്തി റെഡിയാക്കിയിട്ട് കാണിക്കാം. ഇത് നല്ലപോലെ മുറിച്ച് കഴുകി റെഡിയാക്കി ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇനി ഇത് വേവിക്കാനായിട്ട് നമുക്ക് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടുവാണത്. കഴുകി വാരി പായസത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഇതല്ലേ നമ്മളെടുത്ത കഷ്ണമല്ലേ, അന്നേരം കുറച്ച് ശർക്കരയും ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്രയും ശർക്കരയുണ്ട്. പിന്നെ അതിലേക്ക് വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പും പിന്നെ കിസ്മിസ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് കുറവായതുകൊണ്ട് ഈ ഇതുകൂടെ ഇട്ടു കേട്ടോ, കപ്പലിൻ്റെ കൂടെ ഇട്ടു വറുത്തിടാനായിട്ട്. ഇത് ഒന്നാമത്തെ പാലാണ്, തേങ്ങാപ്പാൽ പിഴിഞ്ഞത്. ഇത് രണ്ടാമത്തെ പാൽ പിഴിഞ്ഞത്. കുറച്ച് പായസം ഉള്ളല്ലോ, അതുകൊണ്ട് ഇത്രയും പാലുള്ളൂ കേട്ടോ. ഇത്രയും പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കടച്ചക്ക നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതേപോലെ ഇട്ടുണ്ടാക്കാൻ പറ്റില്ല, ഉടച്ചെടുക്കണം. അത് ഞങ്ങൾ ഉടച്ചെടുക്കട്ടെ. നമ്മൾ മാറ്റുവാണ് ഇതിനെ. ഉടച്ചെടുത്തു നല്ലതുപോലെ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുവാണ്. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലപോലെ ഇളക്കി റെഡിയാവട്ടെ. കടച്ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ നല്ലതുപോലെ പഴുത്തതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ പ്ലാവുള്ള വീടുകളൊക്കെ കാണുമല്ലോ, അവർക്കും ഇഷ്ടം പോലെ കടച്ചക്കകളൊക്കെ കിട്ടും. അന്നേരം ഇതേപോലെ പഴുത്ത് പോണതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കണേ. അതുപോലെ നമ്മളെല്ലാവരും ചെയ്യുന്ന എന്താ, തോരനുണ്ടാക്കുക, തീരുണ്ടാക്കുക, അല്ലെങ്കിൽ ഇറച്ചി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയല്ലേ ചെയ്യണത്. അല്ലാതെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റായിട്ടോ. ചക്കപ്പഴത്തിൻ്റെ പായസത്തിനേക്കാളും നല്ല ടേസ്റ്റുണ്ട് ഇതിൻ്റെ പായസത്തിന്. ഇനി ഞാൻ ഇതിലേക്ക് ശർക്കര ഒഴിക്കുവാണ്. ഇനി എടുത്ത് വെച്ചിരുന്ന ശർക്കര ഒരു ചെറിയ ഉണ്ട ശർക്കര ഉണ്ടായിരുന്നു, അത്രയും ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഇത് നല്ലപോലെ കുറുകി വരണം ശർക്കര. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളം വറ്റി തുടങ്ങി. വറ്റിയെന്ന് ഒരുവിധം വറ്റി റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശകലം നെയ്യിട്ട് വരട്ടിയെടുക്കാം. വരട്ടിയെടുത്തിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂൺ നെയ്യിട്ടു ഞാൻ. ഇത് നല്ലപോലെ ഈ നെയ്യിൽ കിടന്ന് വരണ്ട് വരണം. ഈ പായസത്തിൻ്റെ പുറകിൽ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇതെല്ലാം റെഡിയായതിന് ശേഷം പറയാവേ ആരാണെന്നുള്ളത്. നമ്മളുടെ നെയ്യ് ഒഴിച്ച് അത് വരട്ടി ഈ പരുവത്തിലായി കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് രണ്ടാമത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാപ്പാൽ, 2 പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് രണ്ടാമത് പിഴിഞ്ഞ് വെച്ച പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇനി ഇത് കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞിട്ട് 1-ാം പാൽ വെച്ച് നമുക്കിത് വാങ്ങാം. പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ. എല്ലാം ആയിക്കഴിഞ്ഞ് ഇനി ഇത് ഓഫ് ചെയ്യുക. ഞാൻ ഓഫ് ചെയ്യുക. വെള്ളത്തിലിട്ട്
ഉണ്ടാക്കിയെടുക്കും. ഒന്നാം പാല് ഞാൻ ഒഴിക്കുവാണ് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് റെഡിയായി. പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് വാങ്ങാം. ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടെ ഇടുവാണ് കേട്ടോ. അതിന് നമ്മുടെ പായസം നല്ലപോലെ ടേസ്റ്റ് ആവുള്ളൂ. അതിന് വേണ്ടി പായസം റെഡിയായി. ഇനി ഞാൻ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ പായസം റെഡിയായി കേട്ടോ. ഇതിനകത്ത് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല. ബാക്കി ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ചിലയിടത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ കാണിച്ചു. ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. നല്ല പായസമാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നോക്കട്ടെ. അടിപൊളി പായസമാണ്. ഞാൻ ഇതിൻ്റെ പുറകിലുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ആൾ എൻ്റെ ഒരു അനിയത്തിയാണ്. ഏറ്റവും ഇളയ അനിയത്തി സിന്ധുവാണ്. എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ റെസിപ്പി. അന്നേരം ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഷെയർ ചെയ്തതാണ്. നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓണത്തിന് ഒരു പായസം ഇതായിട്ട് ഉണ്ടാക്കണേ എല്ലാവരും. അതുപോലെ ഞങ്ങളുടെ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.